ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്. 1. ആത്മാനുതാപം ഇടയനാടകങ്ങൾ. 2. അഭിനവ കേരളം ആത്മവിദ്യാ കാഹളം. 3. നാലകങ്ങൾ ധ്യാനസല്ലാപങ്ങൾ. 4. വേദാധികാര നിരൂപണം അരുൾനൂൽ. ഉത്തരം സി 2, 4 എന്നിവ. 2 അഭിനവ കേരളം ആത്മവിദ്യാ കാഹളം. 4 വേദാധികാര നിരൂപണം അരുൾനൂൽ. രണ്ടാമത്തെ ചോദ്യം, ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി കുളച്ചൽ യുദ്ധം. മൂന്നാമത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചതാരാണ്? ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചതാരാണ്? ഉത്തരം എ ജോസഫ് നോയൽ പേറ്റൻ. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. 1 ആനി ബസന്റ്. 2 ഡേവിഡ് ഹാരെ. 3 എസ് സുബ്രഹ്മണ്യ അയ്യർ. 4 ലോകമാന്യ തിലക്. ഉത്തരം ബി 1, 3, 4. ആനി ബസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക് എന്നിവരാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. അഞ്ചാമത്തെ ചോദ്യം, ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. ഉത്തരം സി ടിപ്പു സുൽത്താൻ. ആറാമത്തെ ചോദ്യം, 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഉത്തരം ഡി അന്താരാഷ്ട്ര ഒട്ടക വർഷം. ഏഴാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യസമീപ ദിനം എന്നാണ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യസമീപ ദിനം അഥവാ പെരിഹീലിയൻ എന്നാണ്? ഉത്തരം എ ജനുവരി 3. എട്ടാമത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഉത്തരം സി ഡെറാഡൂൺ. ഒമ്പതാമത്തെ ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? ഉത്തരം ബി കൃഷ്ണ. പത്താമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 11ാമത്തെ ചോദ്യം, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. ഉത്തരം സി NW3. 12ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏത്? വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം ബി അനുവാദിനി. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? 1 മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. 2 മനുഷ്യവിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. 3 വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 4 വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഉത്തരം എ 2 മനുഷ്യവിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം എന്നതാണ് തെറ്റായ പ്രസ്താവന. മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു എന്നിവ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമുള്ളതാണ്. 14ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഉത്തരം ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ
ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ഉത്തരം ഡി. വാണിജ്യ ബാങ്കുകൾ. ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ എന്നിവ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇതിന്റെ വക്താവ് എം.എസ്. സ്വാമിനാഥനാണ്. 2. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. 4. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. ഉത്തരം സി. 1, 2, 3. 1. ഇതിന്റെ വക്താവ് എം.എസ്. സ്വാമിനാഥനാണ്. 2. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. 18ാമത്തെ ചോദ്യം, പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഉത്തരം എ. 1ാം സ്ഥാനം. 19ാമത്തെ ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം സി. അരവിന്ദ് പനഗരിയ. 20ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ അല്ലെങ്കിൽ ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ അല്ലെങ്കിൽ ഏത്? 1. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 2. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 3. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. 4. ജനസംഖ്യാ അനുപാതമായി ഓരോ പ്രവിശ്യക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. ഉത്തരം ഡി. 1, 3, 4 മാത്രം. 1. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 3. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. 4. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. 21ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. എ വിഷയങ്ങൾ, ബി ലിസ്റ്റുകൾ ഓർ അവശിഷ്ടാധികാരം. എ തുറമുഖങ്ങൾ, ഭൂമി, സൈബർ നിയമങ്ങൾ, പിന്തുടർച്ചാവകാശം. ബി കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സംയുക്ത ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ. ഉത്തരം ബി 1, 2 മാത്രം. 1 തുറമുഖങ്ങൾ, കേന്ദ്ര ലിസ്റ്റ്. 2 ഭൂമി, സംസ്ഥാന ലിസ്റ്റ്. ഇവ രണ്ടുമാണ് ശരി. 22ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 23ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 24ാമത്തെ ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ കണ്ടെത്തുക. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 2. അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. 3. 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തു. 4. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. ഉത്തരം സി 1, 4 മാത്രം.
1. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 4. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. ഇവ രണ്ടുമാണ് കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 25-ാമത്തെ ചോദ്യം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 75-ൽ നിന്നും 80-ആക്കി വർദ്ധിപ്പിച്ചു. 2. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. 3. KYC എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. 4. സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. ഉത്തരം എ 1, 3 മാത്രം. 1. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 75-ൽ നിന്നും 80-ആക്കി വർദ്ധിപ്പിച്ചു. 3. KYC എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇവ രണ്ടും തെറ്റാണ്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. ഇവ രണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 26-ാമത്തെ ചോദ്യം. 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? 1. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 3/1 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. 2. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 3/1 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. 3. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. 4. ഓരോ അതിർത്തി നിർണയത്തിനു ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. ഉത്തരം ഡി 2, 3 മാത്രം. 2. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 3/1 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. 3. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. ഇത് രണ്ടും 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകളാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 3/1 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയത്തിനു ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. എന്നിവ 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായ പ്രസ്താവനകളാണ്. 27-ാമത്തെ ചോദ്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ഉത്തരം എ അനുച്ഛേദം 243K. 28-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം ബി റവന്യൂ വകുപ്പ് മന്ത്രി. 29-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. 2. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. 3. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതിയാണ്. ഉത്തരം ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്.
30-ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഡി, ഇവയൊന്നുമല്ല. 31-ാമത്തെ ചോദ്യം, സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ഉത്തരം എ, സി അച്യുതമേനോൻ. 32-ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി, പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. 33-ാമത്തെ ചോദ്യം, ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തേക്കാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ഉത്തരം എ, മാനന്തവാടി. 34-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ഉത്തരം സി, ഇന്ത്യ. 35-ാമത്തെ ചോദ്യം, കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? ഉത്തരം എ, ദൃഷ്ടിപടലം. 36-ാമത്തെ ചോദ്യം, ജമുന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? ജമുന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? ഉത്തരം ബി, ആട്. 37-ാമത്തെ ചോദ്യം, കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ഉത്തരം ഡി, വൈറസ്. 38-ാമത്തെ ചോദ്യം, WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബി, സ്വിറ്റ്സർലൻഡ്. 39-ാമത്തെ ചോദ്യം, എന്താണ് ശരണ്യ പദ്ധതി? എന്താണ് ശരണ്യ പദ്ധതി? ഉത്തരം എ, സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. 40-ാമത്തെ ചോദ്യം, വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഡി, ബെറിബെറി. 41-ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം? ഉത്തരം സി, സൗദി അറേബ്യ. 42-ാമത്തെ ചോദ്യം, ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1. ഒരു വസ്തുവിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ പാലായന പ്രവേഗം കൂടുതലായിരിക്കും. 2. ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. 3. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/h ആണ്. ഉത്തരം സി, 2 മാത്രം ശരിയാണ്. 2. ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. 43-ാമത്തെ ചോദ്യം, ഒരു ഉപകരണത്തിൻ്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഒരു ഉപകരണത്തിൻ്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഉത്തരം എ, 3 ആംപിയർ. 44-ാമത്തെ ചോദ്യം,
കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ബി. പാസ്കൽ നിയമം. 45-ാമത്തെ ചോദ്യം. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഡി. ഇലക്ട്രോൺ ഡൈനാമിക്സ്. 46-ാമത്തെ ചോദ്യം. വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? 1. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. 2. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. 3. റോക്കറ്റിൻ്റെ വിക്ഷേപണം നടന്നത് 2023 നവംബർ 18-നാണ്. 4. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഉത്തരം ബി. 1, 3, 4 ശരിയാണ്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റിൻ്റെ വിക്ഷേപണം നടന്നത് 2023 നവംബർ 18-നാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. 47-ാമത്തെ ചോദ്യം. ചേരുംപടി ചേർത്തെഴുതുക. 1. ബോയിൽ നിയമം. 2. ഡാൾട്ടൻ്റെ നിയമം. 3. അവഗാഡ്രോ നിയമം. 4. ചാൾസ് നിയമം. 1. PV/T = സ്ഥിരാങ്കം. 2. V ∝ T. നമ്പർ ഓഫ് മോളിക്യൂൾസും പ്രഷറും സ്ഥിരമായിരിക്കും. 3. P total = P1 + P2 + P3 + etc. + Pn. ടെമ്പറേച്ചറും വോളിയവും സ്ഥിരമായിരിക്കും. 4. P ∝ 1/V. നമ്പർ ഓഫ് മോളിക്യൂൾസും ടെമ്പറേച്ചറും സ്ഥിരമായിരിക്കും. 5. V ∝ N. ടെമ്പറേച്ചറും പ്രഷറും സ്ഥിരമായിരിക്കും. ഉത്തരം എ. 1, 4, 2, 3, 3, 5, 4, 2. 1. ബോയിൽ നിയമം. P ∝ 1/B. 2. ഡാൾട്ടൻ്റെ നിയമം. P total = P1 + P2 + P3 + etc. + Pn. 3. അവഗാഡ്രോ നിയമം. V ∝ N. 4. ചാൾസ് നിയമം. V ∝ T. 48-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? ശരിയല്ലാത്തവ ഏത്? ഉത്തരം സി. 1, 4. 1. 1s2 2s2 2p7. 4. 1s2 2s2 2p5 3s1. ഇതാണ് തെറ്റായവ. 1s2 2s2 2p2 ശരിയാണ്. 1s2 2s2 2p6 3s2 3p6 4s1 3d1 ശരിയാണ്. 49-ാമത്തെ ചോദ്യം. സാന്ദ്രീകരിച്ച ലോഹായിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്. സാന്ദ്രീകരിച്ച ലോഹായിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്. ഉത്തരം സി. റോസ്റ്റിംഗ്. 50-ാമത്തെ ചോദ്യം. ഓർഗാനസോൺ എന്നത് എന്താണ്? ഉത്തരം സി. കൃത്രിമ മൂലകം. 51-ാമത്തെ ചോദ്യം. 2023 രസായന നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെടുന്നു? 2023 രസായന നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെടുന്നു? ഉത്തരം ബി. ക്വാണ്ടം ഡോട്ട്സ്. 52-ാമത്തെ ചോദ്യം. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. ഉത്തരം സി. ജി. ശങ്കരക്കുറുപ്പ്, എസ്. കെ. പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, എം. ടി. വാസുദേവൻ നായർ.
53-ാമത്തെ ചോദ്യം, യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം. ഉത്തരം എ. ചവിട്ടുനാടകം. 54-ാമത്തെ ചോദ്യം, കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഒരു ജനകീയ കലയാണ്. 2. ഒരു ദൃശ്യകലയാണ്. 3. പ്രധാന വാദ്യോപകരണം മിഴാവാണ്. 4. പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. ഉത്തരം ബി. 2, 4. ഒരു ദൃശ്യകലയാണ്. പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. 55-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ഉത്തരം സി. തലശ്ശേരി. 56-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ആശാമേനോൻ കെ. ശ്രീകുമാർ. 2. ആനന്ദ് എം. കെ. മേനോൻ. 3. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 4. വിലാസിനി പി. സച്ചിദാനന്ദ്. ഉത്തരം എ. 1, 3. 1. ആശാമേനോൻ കെ. ശ്രീകുമാർ. 3. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 57-ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. ഉത്തരം ബി. കോഴിക്കോട്. 58-ാമത്തെ ചോദ്യം, 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. ഉത്തരം സി. ഇഗ സ്വിയാടെക്. 59-ാമത്തെ ചോദ്യം, വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ്. വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ്. ഉത്തരം ഡി. HTML. 60-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. 2. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. 3. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. ഉത്തരം ബി. എല്ലാം ശരിയാണ്. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. 1. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 2. ബ്രൗസർ. 3. ഇൻപുട്ട് ഡിവൈസ്. 4. ഔട്ട്പുട്ട് ഡിവൈസ്. 1. ഫയർഫോക്സ്. 2. പ്ലോട്ടർ. 3. ആൻഡ്രോയിഡ്. 4. ജോയ്സ്റ്റിക്ക്. ഉത്തരം ഡി. 1, 3. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്. 2. 1. ബ്രൗസർ ഫയർഫോക്സ്. 3. 4. 3. ഇൻപുട്ട് ഡിവൈസ് ജോയ്സ്റ്റിക്ക്. 4. 2. ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ. 62-ാമത്തെ ചോദ്യം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം എ. എം സേവനം. 63-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഉത്തരം സി. ഐരാവത്. 64-ാമത്തെ ചോദ്യം, 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ഉത്തരം ഡി. മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. 65-ാമത്തെ ചോദ്യം, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരനെന്നാൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ എ. ഉത്തരം എ. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. 66-ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം
ആർക്കു പരാതിക്കാരനാകാം? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്കു പരാതിക്കാരനാകാം? ഉത്തരം ഡി രണ്ടും, എ ആൻഡ് ബി. എ ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ. ബി കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റോ. 67-ാമത്തെ ചോദ്യം. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്. ഉത്തരം ബി 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. 68-ാമത്തെ ചോദ്യം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഉത്തരം ഡി എ ആൻഡ് ബി. എ ശാരീരികമോ വാക്കാലുള്ളവോ ആയവ. ബി സാമ്പത്തികമായവ. 69-ാമത്തെ ചോദ്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി. ഉത്തരം സി 103. 70-ാമത്തെ ചോദ്യം. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം സി ഉത്തര